യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. പരദോസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാരമ്പര്യം, പരമ്പരയായിട്ട് കൈമാറ്റം ചെയ്യുന്നത്. ഈ ഗ്രീക്ക് വാക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? യഹൂദന്മാരെ സംബന്ധിച്ചേറെ നിയമങ്ങളുണ്ട്, ലിഖിത രൂപത്തിലും വാചികമായിട്ടും. അവർ പിതാക്കന്മാരുടെ നിയമങ്ങൾ, മോശ നൽകിയ ലിഖിതവും വാചികവുമായ നിയമങ്ങൾ, അതുപോലെ വിവിധ യഹൂദ വിധികർത്താക്കളുടെ വിധി തീർപ്പുകൾ, ആദരിക്കപ്പെടുന്ന റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം കൂടി വലിയ ഒരു പാരമ്പര്യ സമാഹാരമാണ് യഹൂദന്മാർക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കല്പത്തിൽ അല്ലെങ്കിൽ സമാഹാരത്തിൻ്റെ നടുവിലാണ് യഹൂദ ജനത ജീവിക്കുക. ഏറെ പാരമ്പര്യങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് ഈ പാരമ്പര്യങ്ങളുടെ അർത്ഥങ്ങളിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് കടക്കുകയാണ്. 3 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർക്കാം. ഈശോ പറയാണ്, ഒന്നാമത് ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കുക. റിച്വലിസം, കർമ്മവിധികൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ജീവിതശൈലി, പലപ്പോഴും ഈ കർമ്മം, ഈ പാരമ്പര്യം ആരംഭിച്ചതിൻ്റെ അർത്ഥം മറന്നു പോകുന്നു, ലക്ഷ്യം മറന്നു പോകുന്നു, ഹൃദയമില്ലാതെ പെരുമാറുന്നു. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുക, 6-ാം വാക്യം, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവർ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അടുത്ത പടിയായി ദൈവകൽപ്പനകൾക്ക് സമമായിട്ട് മനുഷ്യ പാരമ്പര്യങ്ങളെ വയ്ക്കുകയാണ്. അവസാനം ആരാധനയുടെ അർത്ഥം നാം മറന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ പാരമ്പര്യങ്ങളിൽ അവിടെ ഹൃദയമുണ്ടോ? മനുഷ്യൻ്റെ നന്മ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? സാധാരണയായിട്ട് നമ്മളൊരു തത്വം പറയാറുണ്ടല്ലോ, ഗുഡ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പൊതു നന്മ. ഇതിന് സഹായിക്കുന്നതാണോ ഈ പാരമ്പര്യം എന്ന് വിലയിരുത്തുക. രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പ്രത്യേകിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൈ കഴുകുന്ന കർമ്മത്തെപ്പറ്റി പറയുന്നുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളെക്കാൾ കൂടുതലായിട്ട് ആ ആചാരവിധിയുടെ ശുദ്ധി, റിച്വൽ പ്യൂരിറ്റിയാണ് യഹൂദന്മാർ പ്രത്യേകിച്ച് നോക്കിയിരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കൈ കഴുകുന്ന കാര്യം തന്നെ എടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലർ കൈ കഴുകുന്നത് ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറാനായിട്ടുള്ള കൈ കഴുകലുണ്ട്. കൈ കഴുകിയതിന് ശേഷം തുടർന്നു വരുന്ന കർമ്മങ്ങൾ ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്താനാണ് വിരലുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കാനാണ്, അല്ലെങ്കിൽ പകയുടെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ ഒരു അടയാളം കാണിക്കാനാണ് ചിലപ്പോഴൊക്കെ ചിലർ കൈവിരലുകൾ, ചൂണ്ടുവിരലുകൾ, കൈയൊക്കെ ഉപയോഗിക്കുന്നത്. എല്ലാം ഒരു പക്ഷേ കൈ കഴുകിയതിന് ശേഷമാണ്. ബാഹ്യമായിട്ടുള്ള ശുദ്ധി കൈവരിച്ചതിന് ശേഷമാണ് പിന്നീട് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, നമ്മുടെ കർമ്മങ്ങൾ, അവ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ആന്തരികതയിലേക്ക് എത്തണം. മൂന്നാമത്, മതത്തിൻ്റെ അർത്ഥം കൂടി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ബാഹ്യമായിട്ടുള്ള ആ മാലിന്യം, മറ്റീരിയൽ ഡെർത്ത്, അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതും ആന്തരിക ശുദ്ധിയാണ്, ഉദ്ദേശശുദ്ധിയാണ്, ആർജവത്വമാണ്. അതുണ്ടെങ്കിൽ, ബാഹ്യമായിട്ടുള്ള കുറവുകളുണ്ടെങ്കിൽ, അത് സംഘടനാ തലത്തിലാകട്ടെ മറ്റേതെങ്കിലും തലത്തിലാകട്ടെ, കുറവുകളുണ്ടെങ്കിൽ അതത്ര പ്രശ്നമല്ല. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഈ ഉദ്ദേശശുദ്ധിയാണ്. എല്ലാ മതങ്ങളിലും അത് തന്നെയാണ്.
യഹൂദമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റബ്ബിയായിരുന്നു ലേവി ഇഷാക്ക്. പോളണ്ടിൽ 1740 മുതൽ 1809 വരെ ജീവിച്ച ആ വലിയ റബ്ബിയുടെ ജീവിതത്തിൽ നിന്നൊരു സംഭവം ഇപ്രകാരമാണ്. റബ്ബി വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു വരികയാണ് ആരാധനയ്ക്ക് ഒരുക്കമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. പക്ഷേ അവിടെ ഒരു വഴിയരികിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നു, തണുത്ത് പറഞ്ഞലിച്ച് കിടക്കുകയാണ്. അയാളൊന്നും കഴിച്ചിട്ടില്ല. റബ്ബി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ എന്താണ് ചെയ്യുക. അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, പണമെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം അവർ യഹൂദ നിയമത്തിൻ്റെ സ്ട്രിക്റ്റായിട്ടുള്ള ആ പാലനം നടത്തുന്നവർ പണമൊന്നും കൈകൊണ്ട് തൊടില്ല. സാബത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ 6 മണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പാടില്ല അവർക്ക്. അപ്പോൾ അയാളുടെ കയ്യിൽ പണമില്ല. ഇയാളെ സഹായിക്കാമെന്ന് വെച്ചാലോ അപ്പോൾ സാബത്ത് ലംഘനമാകും. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചിട്ട് ആളെന്ത് ചെയ്തു, ആളെ കൂട്ടിക്കൊണ്ട് ആൾ വീട്ടിലേക്ക് പോയി. റബ്ബി ഇഷാക്ക് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു ഭക്ഷണം കൊടുക്കവന്. അദ്ദേഹത്തിന് കുളിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ ചൂടാക്കി റബ്ബി തന്നെ. അങ്ങനെ അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് അയാൾക്ക് അന്ന് രാത്രി ഈ റബ്ബിയുടെ വീട്ടിൽ ഉറങ്ങാൻ സാധിച്ചു. പിറ്റേ ദിവസം ആരാധനയ്ക്ക്, സാബത്ത് ദിവസം ആരാധനയ്ക്ക് റബ്ബി പോയി. സാധാരണ ദിവസം പോലെ തോന്നി. പക്ഷെ അദ്ദേഹത്തിന് വൈകുന്നേരം ഒരു ദർശനമുണ്ടായി. ഇഷാക്ക്, നീ ചെയ്ത കാര്യം വലിയ വിശുദ്ധിയുടെ ഒരു കർമ്മമാണ്. ചിലർക്കൊന്നും ഈ സാബത്ത് ലംഘിച്ചെന്ന് തോന്നിയാലും എൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കൽപ്പനകൾ നീ മറന്നില്ല. ഇഷാക്ക് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന്, ആ ദർശനത്തിൽ നിന്ന് വേഗം എഴുന്നേറ്റു. ദർശനമാണെന്ന് മനസ്സിലായി. പക്ഷെ ദൈവം അവനോട് സംസാരിച്ചു, തന്നോട് സംസാരിച്ചു എന്ന് ആ വലിയ റബ്ബിക്ക് മനസ്സിലായി. എല്ലാ മതത്തിലും ഈ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഉറവയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ആ ഉറവയെ ഇല്ലാതാക്കുകയാണ്. കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക, നമ്മുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആ വലിയ അരുവികൾ, നദികൾ, വലിയ പ്രവാഹം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. ശ്ലീഹ ആത്മപ്രശംസ ചെയ്യുന്നവരെ വിമർശിക്കുന്നുണ്ട്. ചിലരെങ്കിലും തങ്ങളുടെ ആഠിത്വം, കുലീനത്വം ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെക്കാൾ മേലെയാണ് തങ്ങൾ എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ നമുക്ക് അഭിമാനം കൊള്ളാം. അത് പക്ഷേ അഹങ്കാരത്തിലേക്ക് നയിക്കരുത് എന്ന് മാത്രം. ആ ഒരു മുന്നറിയിപ്പാണ് ശ്ലീഹ നൽകുക. പഴയ നിയമ വായന ഏശയ്യായുടെ പ്രവചനം 9-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ്. ജനം മാനസാന്തരപ്പെട്ട് തിരിച്ചു ചെല്ലാത്തതിലുള്ള ദുഃഖമാണ്, ദൈവത്തിന് ദുഃഖമാണ് ഇവിടെ പറയുക. ദൈവഭയമില്ലാതെ അകൃത്യം ചെയ്യുന്ന ദൈവജനത്തെ പറ്റിയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ ഈ പഴയ നിയമ വായനയിൽ കാണുക. ഹൃദയമില്ലാത്തവരായിട്ട് മാറുന്നു. ദൈവജനമാണ്, പക്ഷേ ദൈവത്തിൽ നിന്ന് ഏറെ അകലെയാണ്. നമുക്കും ഈ ദുർഗതി വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രമിക്കാം. ആന്തരികതയുള്ള ഒരു ജീവിതം, മതജീവിതം, നമ്മുടെ കൂദാശ ജീവിതം, ഇതെല്ലാം അർത്ഥപൂർണമാക്കാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.